ഹായ്, ഇത് ഗ്ലെൻ എന്ന് പറയുന്ന കമ്പനിയുടെ എയർ ഫ്രയർ ആണേ. അപ്പം ഇതൊരു പരസ്യമായിട്ടൊന്നും ഇടുന്നതല്ല, ഞാൻ പുതിയതായിട്ട് മേടിച്ചതുമല്ല ക്യാഷ് കൊടുത്തേ. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളുമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഏകദേശം 38,000 രൂപയുടെ 38,000 റുപ്പീസിൻ്റെ റിവാർഡ്സ് പോയിൻ്റ് അതിനകത്ത് ഏൺ ചെയ്തു. അത് പ്രകാരം ഞാനത് ക്ലെയിം ചെയ്യാൻ കൊടുത്തു, റെഡീം ചെയ്യാൻ കൊടുത്തപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഈ പ്രോഡക്റ്റ് ആയിരുന്നു. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഏകദേശം 9,395 ഒരു പ്രോഡക്റ്റ് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. പക്ഷേ കടയിലൊക്കെ കുറച്ചുകൂടെ വില കുറവായിരിക്കാം, പക്ഷേ എന്നാലും ഇതിന് ഫുൾ എമൗണ്ട് എല്ലാമാണ് അവർ റെഡീം ചെയ്യാൻ സമ്മതിക്കുന്നത്. അത് പ്രകാരം ഇത് കവറാണ്. ഞാനത് പൊട്ടിച്ചതാണ് കുറച്ച് മുമ്പ്. പൊട്ടിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ്, കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന കാര്യങ്ങളൊക്കെ കാണാതിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റുമായിരിക്കും. അധികം എണ്ണ ഉപയോഗിക്കേണ്ടെന്നാണ് ഇതിനകത്ത് മാനുവലി പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് മാനുവലി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ കാറ്റലോഗും ഉണ്ട്, അതിനകത്ത് വേണമെങ്കിലും നോക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തൊരു ഡ്രേ ഉണ്ട്. ഈ ഡ്രേക്കകത്താണ് നമ്മൾ സാധാരണ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. ഇത് ലിറ്ററാണോ അറിയത്തില്ല, എത്ര ലിറ്ററിൻ്റെ ആണെന്ന് അറിയില്ല, നോക്കണം. അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. ഏകദേശം 1350 വാട്ട്സിൻ്റെ പവർ ഇതിന് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ 2 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഏകദേശം 3.8 ലിറ്ററിൻ്റെയാണ് കപ്പാസിറ്റി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓട്ടോ സ്വിച്ച് ഓഫ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, അപ് ടു 80% ലെസ് ഫാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഉപയോഗിക്കാതെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഏതായാലും കുക്ക് ചെയ്യാൻ തുടങ്ങിയില്ല, പൊട്ടിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കറണ്ടിലൊക്കെ കുത്തി നോക്കണം. അപ്പോൾ ഇത് പറഞ്ഞു തന്ന വേറെ ഒന്നുമല്ല, ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പല ബാങ്കുകളുടെയും. അപ്പോൾ ബാങ്കുകളുടെ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് റിവാർഡ് പോയിൻ്റ് മിക്ക ബാങ്കുകൾക്കും ഉണ്ട്. അതിൻ്റേതായ ആപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിൻ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് പലതും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല പർച്ചേസ് ചെയ്തത്, ഇതിന് മുന്നേ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഹെഡ്സെറ്റ് ഏതാണ്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പം കാർഡുകൾ അറിയത്തില്ലാത്തൊരു ബാങ്കിൽ പോവുക, ബാങ്കിലെ സ്റ്റാഫിനോട് ചോദിക്കുക റിവാർഡ് പോയിൻ്റ് എങ്ങനെ ക്ലെയിം ചെയ്യുന്നതെന്നൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക, മിസ്സാക്കി കളയരുത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് ഈക്വലൻ്റായിട്ട് കിട്ടുന്ന പൈസയാണ്, ബാങ്കുകാർ ചുമ്മാ തരുന്നതല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബാങ്കിൻ്റെ റിവാർഡ്സ് പോയിൻ്റ് ഉപയോഗിക്കുക.